മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിൽ ഒരു നിയമം കൊണ്ടുവരാൻ ഒരു ഗവൺമെൻറ്റും അധികാരമില്ല. ഇത് നേരത്തെ തന്നെ സുപ്രീം കോടതി നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷം തീരുമാനിച്ച കാര്യമാണ്. ഇവിടെ മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിലുള്ള നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ പരിരക്ഷയും നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ആർക്കാ? പൗരർക്ക് മാത്രമല്ല. അവിടെ പറഞ്ഞിട്ടുള്ളത് എല്ലാ വ്യക്തികൾക്കുമെന്നാണ്. എല്ലാ പൗരന്മാർക്കുമെന്നല്ല, എല്ലാ വ്യക്തികൾക്കും. പൗരന്മാരായാലും പൗരന്മാരല്ലെങ്കിലും ഇന്ത്യയിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും നിയമത്തിന് മുന്നിൽ തുല്യതയും തുല്യ പരിരക്ഷയും ഉറപ്പു നൽകുകയാണ്. മാത്രമല്ല, ഒരു വ്യക്തിക്കും പ്രത്യേക ആനുകൂല്യം നൽകാൻ പാടില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. അപ്പോൾ മതപരമായ വിവേചനം നമ്മുടെ ഭരണഘടന അംഗീകരിക്കുന്നില്ല. ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്താ? ഒരു വിഭാഗം കുടിയേറാൻ നിർബന്ധിക്കപ്പെടുന്നു, ആ രാജ്യത്തിലെ പ്രത്യേകത വെച്ചുകൊണ്ട്. ആ കുടിയേറ്റക്കാരെ മുസ്ലിമെന്നും അമുസ്ലിമെന്നും പറഞ്ഞ് വിഭജിക്കുകയാണ്. ഇത് ഒരു തരത്തിലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മതപരമായ വിവേചനം എല്ലാ കാലവും കൊണ്ടു നടന്നവരാണ് സംഘപരിവാറുകാർ. ആ സംഘപരിവാറിൻ്റെ ആശയം അത് നിയമപരമാക്കാനാണ് ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഇത് ഇന്ത്യ എന്ന ആശയത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് ദേശീയ പൗരത്വ രജിസ്റ്ററിനെ പറ്റി നേരത്തെ പറഞ്ഞല്ലോ. ആ ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കാനുള്ള ആദ്യ ചുവടുവെപ്പാണ് ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ, NPR. ഈ NPR ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഈ പൗരത്വ നിയമ ഭേദഗതി വന്നപ്പോൾ അത് സെൻസസിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിത്രീകരിക്കാനൊരു ശ്രമം നടന്നു. ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ വേറെ, സെൻസസ് വേറെ, രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ പാർലമെൻറ്റിൻ്റെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ വിവിധ ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ നിയമം അംഗീകരിക്കുന്നതിന് മുൻപ് തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യം പൗരത്വ ഭേദഗതി ബിൽ പാസ്സാക്കും. അമിത്ഷാ പറയുകയാണ് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാ അഭയാർത്ഥികൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. പറഞ്ഞത് അങ്ങനെയാണെങ്കിലും മുസ്ലിമിനെ ഒഴിവാക്കി നടത്താം. അതിനുശേഷം NRC ദേശീയ പൗരത്വ രജിസ്റ്റർ തയ്യാറാക്കും. അവസാനം വലിയൊരു ഭീഷണി, ഞങ്ങളുടെ മാതൃരാജ്യത്ത് നിന്ന് എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും കണ്ടെത്തി നാട് കടത്തും. ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും വ്യക്തം. ഇത് പാർലമെൻറ്റിൽ ഒന്നിലധികം തവണ ആഭ്യന്തരമന്ത്രി പറഞ്ഞ കാര്യമാണ്. ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ദേശീയ പൗരത്വ രജിസ്റ്റർ രാജ്യം മുഴുവൻ വ്യാപിപ്പിക്കും, ഒരു നുഴഞ്ഞുകയറ്റക്കാരനെയും വിടില്ല. അപ്പോൾ ഉന്നം വെക്കുന്നത് ആരെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ഇവിടെയാണ് കേരളത്തിൻ്റെ ശക്തമായ പ്രതികരണം ഉയർന്നു വന്നത്.
ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്നൊരു നാടാണിത്. ആ നാടിന് ഇത്തരമൊരു നിലപാട് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഇത് ഭരണഘടനയുടെ അടിത്തറ തൊണ്ടും നിലപാടാണ് എന്ന് നാം കണ്ടു. ഈ പൗരത്വ നിയമ ഭേദഗതി ഭരണഘടനാ വിരുദ്ധം, മനുഷ്യത്വ വിരുദ്ധം ആ നിലയിൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അർത്ഥശങ്കക്കിടയില്ലാതെ നാം കേരളം ഒരേ സ്വരത്തിൽ ആ ഘട്ടത്തിൽ പറഞ്ഞു, പൗരത്വ നിയമ ഭേദഗതി, ദേശീയ പൗരത്വ രജിസ്റ്റർ, ദേശീയ ജനസംഖ്യാ രജിസ്റ്റർ ഇതൊന്നും ഈ കേരളത്തിൽ നടപ്പാക്കില്ല. കൃത്യമായി തന്നെ പറഞ്ഞു. കാരണം നമ്മുടെ ഭരണഘടനയ്ക്കെതിരായ നീക്കമാണിത്. ഇത്തരമൊരു പ്രഖ്യാപനം നടത്താൻ നമ്മുടെ സംസ്ഥാനത്തിനാണ് ആദ്യമേ തന്നെ കഴിഞ്ഞത്. അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല ഇതിലുള്ള നമ്മുടെ നിലപാട് വ്യക്തമാക്കാൻ. ഇതിൽ നാം സ്വീകരിച്ച നടപടികൾ ആദ്യമേ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം, ഇതുപോലൊരു കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കണമെന്നായിരുന്നു. അതിൻ്റെ ഭാഗമായി ആ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധ സംഗമം നടന്നു. അതിൽ കേരളത്തിലെ പ്രതിപക്ഷവുമുണ്ടായി, എല്ലാവരുമുണ്ടായി. കേരളത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളും അതിനകത്ത് പങ്കെടുത്തു. ഇവിടെ നമ്മുടെ വികാരം ഒരേ സ്വരത്തിൽ പ്രകടിപ്പിക്കുകയായിരുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഭരണഘടനാ സംരക്ഷണ യോഗങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ സംഘടിപ്പിച്ചത്. നാം ഇതിലൂടെ ഉറക്കെ പ്രഖ്യാപിക്കുകയായിരുന്നു, RSS അജണ്ട ഇവിടെ നടപ്പാകില്ല എന്നത്. സർവകക്ഷി യോഗം അതിനെ തുറന്നു നടന്നു. അവിടെയും നാം നിർത്തിയില്ല. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു. ആ നിയമസഭാ സമ്മേളനത്തിന് മുന്നിൽ പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ചു. ഏകണ്ഠമായി നിയമസഭ അംഗീകരിച്ചു. രാജ്യത്തെ അത്തരമൊരു പ്രമേയം അംഗീകരിച്ച ആദ്യ നിയമസഭ കേരള നിയമസഭയാണ് എന്നും പറഞ്ഞു. അതോടൊപ്പം തന്നെ രാജ്യത്ത് BJP ഇതര മുഖ്യമന്ത്രിമാർ ധാരാളമുണ്ടല്ലോ. ആ BJP ഇതര മുഖ്യമന്ത്രിമാർക്കെല്ലാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് ഈ വിഷയത്തിൽ കത്തയച്ചു. ഒന്നിച്ചു നിൽക്കേണ്ടതിൻ്റെ പ്രാധാന്യം, ഇതിനെ എതിർക്കേണ്ടതിൻ്റെ ആവശ്യകത എല്ലാം വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്ത്. ഇവിടെയും നാം നിർത്തിയില്ല. ഇതൊരു നിയമമാക്കിയ സാഹചര്യത്തിൽ അത് ഭരണഘടനാ വിരുദ്ധമായ നിയമമായതുകൊണ്ട് ആ ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുൻപാകെ സ്യൂട്ട് ഫയൽ ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു. സ്യൂട്ട് ഫയൽ ചെയ്തു. ഇതെല്ലാം സ്വീകരിച്ച ആദ്യ സംസ്ഥാനമായിരുന്നു നമ്മുടെ കേരളം. നിങ്ങളിൽ പലരും മറ്റൊരു പരിപാടിയിൽ പങ്കെടുത്തു. മഞ്ചേശ്വരം മുതൽ പാറശാല വരെ LDFിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മനുഷ്യച്ചങ്ങല, അതിൽ പങ്കെടുത്ത പലരും ഈ പരിപാടിയിൽ ഉണ്ടാകും.